ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരം ആയപ്പം പിള്ളേർക്ക് കളിക്കാൻ പാടത്ത് പോകണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയേ. അപ്പം എന്നാൽ ഞാനും പോയേക്കാന്നോർത്ത് അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ ഈ പാടത്ത് നല്ല ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയാക്കിയതാണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഇതേപോലത്തെ പുല്ലുണ്ടല്ലോ, നമ്മൾ ഈ പശുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ പുല്ല് ഈ താറാവുകൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇവിടെ നിറച്ചും പുല്ല് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ ഇവിടെ മാന്തിയപ്പം ഹിറ്റാച്ചി കൊണ്ട് മാന്തിയപ്പം ആ പുല്ല് മുഴുവൻ പറിച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ തണ്ട് അവിടെ അങ്ങോട്ട് നിന്ന് അതിലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങോട്ട് പറിച്ചെടുത്താൽ വല്ലാതെ കുറച്ച് പച്ചപ്പുല്ലുമുണ്ട്. നമ്മളെ പറമ്പിലുണ്ടല്ലോ, പുല്ല് കയറി മൂടിയിട്ട് നമ്മൾ വിഷം അടിച്ച്, അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പാടത്തേക്ക് വന്നാൽ അവിടെ ചുള്ള പുല്ല് പച്ചപ്പുല്ല് അങ്ങോട്ട് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേർക്കൊരു രസമാകും കളിക്കാനും, അല്ലെങ്കിൽ പിന്നെ ഫോണും കണ്ട് അവിടെ അങ്ങനെ ഇരിക്കും. മോളെ ഓടിച്ചാടി കളിക്കും അതിലെ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്ത മോള് വന്നേ. മൂത്ത മോള് ചേട്ടൻ്റെ ഫോൺ കൊടുത്ത് ഇവർ രണ്ടുപേരെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഡാൻസുകളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കിക്കാണാം. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. നല്ല തോടും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വെള്ളവും തെങ്ങും തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മുഴുവൻ നമ്മൾ നെൽകൃഷി ചെയ്യുമായിരുന്നു കേട്ടോ. അതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി തെങ്ങ് നടാനായിട്ട് ഉപയോഗിച്ച്. നമ്മളങ്ങനെ പോന്നപ്പോൾ അവിടെ പറമ്പിൽ കുറച്ച് പൂണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറിച്ച് നോക്കട്ടെ നല്ലതാണോന്ന്. അവിടെ ഒരു മുട്ടുകൂണ് കൂടെ ഉണ്ട്. അപ്പം ഇത്രയും കിട്ടിക്കൂണേ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം പിള്ളേർ പറഞ്ഞ് വിശക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. ആ ചെണ്ടനും പുഴുങ്ങി. ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് കാന്താരി അരച്ച് വറക്കുകയും ചെയ്തു. കാന്താരി മുളകും പൊട്ടിച്ചു. തൈരുണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു.